Karma
നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീന പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം കരുണയെ സഹായം പ്രാപിപ്പാനിടവരട്ടെ. വാത്സല്യ മക്കളെ, നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലെ പോകുവിൻ. നാൾതോറും എന്റെ ബലഹീനതയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. മധ്യസ്ഥതയിൽ അഭിപ്രാപിച്ചുകൊണ്ട് അനുഗ്രഹീതരായിരിക്കുന്ന ദൈവമക്കളെ, ഏറെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് ബലഹീനായി ഞാനിവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതായെങ്കിൽ തന്നെയും ദൈവമാതാവിൻ്റെ ഓർമ്മയിൽ ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ഇടവക നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന രീതിയിൽ വരികയും സംബന്ധിക്കുകയും ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നത് ഓർക്കട്ടെ. ലോകമെമ്പാടും താമസിക്കുന്നതായ അനേക സുറിയാനി സഭയുടെ മക്കൾക്ക്, നാനാജാതി മതസ്ഥർക്കൊക്കെയും ആശ്രയ കേന്ദ്രമായി ഈ ഇടവക പ്രത്യേകിച്ച് മാതാവിന്റെ മധ്യസ്ഥതയിൽ നിലകൊള്ളുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ അറിയിക്കട്ടെ. അനേകർക്ക് അത്ഭുതങ്ങളുടെ ഉറവിടമായിട്ടുള്ള ഇടവക മാറിയത് ദൈവത്തിന്റെ പ്രത്യേക ക്രമീകരണമാണ്. ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ടും മറ്റ് സഭയഭിമുഖരായ പിതാക്കന്മാരൊക്കെയും ഈ ദിവസങ്ങളിൽ ഈ ഇടവകയിൽ വന്ന് വിശുദ്ധ ബലിയർപ്പിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശുദ്ധന്മാർക്ക് ഉപരിയായിട്ട് കൊടുക്കുന്നതായ ഒരു സ്ഥാനം സഭ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് വിശുദ്ധന്മാരെയോ ശുചിമതികളെയോ ഓർക്കുന്നതോ അവരുടെ മധ്യസ്ഥത യാചിക്കുന്നതോ പോലെയല്ല, മറിച്ച് ഒരു പ്രത്യേകമായ സ്ഥാനം ദൈവമാതാവിന് ഉണ്ട്. എന്തെന്നാൽ കർത്താവ് ഈ ലോകത്തിൽ അവതരിക്കുവാൻ സമയമായപ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടതായ വ്യക്തിത്വമാണ് വിശുദ്ധ മറിയമിൻ്റെത്. നമുക്കറിയാം, ഹന്നായുടെയും യോയാക്കീമിന്റെയും വാർദ്ധക്യത്തിൽ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി, നീണ്ട കാത്തിരിപ്പിന്റെ ഫലമായി ദൈവത്താൽ നൽകപ്പെട്ടതായ പൈതലാണ് മറിയം. ആ മറിയാമിനെ ദൈവം തന്റെ പുത്രൻ ലോകത്തിൽ അവതരിക്കുമ്പോൾ അവന് മാതാവായി തീരുവാൻ തിരഞ്ഞെടുത്തു. അത് അനാദികാലം മുതലേ തിരഞ്ഞെടുത്തുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കുവാൻ, തന്റെ ജീവിതത്തിലൂടെ നിറവേറ്റുവാൻ തന്റെ മകൻ കാണിച്ചു തന്നതായ വാക്കുകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാർക്ക് നേതൃത്വം കൊടുക്കുവാൻ, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനൊക്കെയും മാതാവ് ചെയ്യുന്നത് തന്റെ ജീവചരിത്രത്തിൽ നാം വായിക്കുന്നു. അവസാനമായിട്ട് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ മാതാവിനെ കാണുന്നത്, ദർശിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ